ചില ദിവസങ്ങൾക്ക് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ചില ദിവസങ്ങളായിട്ടില്ല കേട്ടോ. ഇന്നലെ മാത്രമേ മൊത്തം കുഞ്ഞ് വിളിക്കാതിരുന്നുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് അച്ഛനോട് രാവിലെ എണീറ്റ് ഇനി ഒരു ഉറക്കത്തിന്റെ പോവാ സുന്ദരിക്കുട്ടി ഇവിടെ ഉണ്ട്. 1 മണിയാവുന്നു. മാത്തൂട്ടൻ സ്കൂളിൽ നിന്ന് വരാറായി. അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണം നടക്കാൻ പോവാ. ഇവിടെ അച്ഛൻ മാത്തുകുഞ്ഞിനെ വിളിക്കാൻ പോവാ. അപ്പൊ മൊത്തേക്കുഞ്ഞിനും കൂടെ പോകണമല്ലോ. അപ്പൊ അവർ ഈ മുക്കിൽ നിർത്തിയിട്ട് മാത്തൂട്ടനെ എടുത്തിട്ട് തിരിച്ചു വരും. അങ്ങനെ നാരകം കാണിക്കുക. നമ്മുടെ നാരങ്ങ ഇത് നമ്മുടെ ഇത് വടുകപ്പുളി മരമാണ്. അതില് അടുത്ത ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പറിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്ത സീസൺ പോടുക. ഫണ്ണി എൻ്റെ പേര് ഫണ്ണി. മൊത്തം കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നോണ്ട് എന്ത് വെച്ച് തെങ്ങ കയറുന്ന പോലെ കയറുന്നു. ഉറക്കത്തിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിട്ട് ഇവരെ കൊണ്ട് നീ മുക്കി കളഞ്ഞിട്ട് അത്യാവശ്യം മാത്തൂട്ടനെ എടുത്തിട്ട് വരും. ഓക്കെ പോയിട്ടോ. ബൈ ബൈ. അവന് വണ്ടി കേട്ടില്ലേ? അവരെല്ലാം പോയി അവരെ വഴിക്ക് ഇങ്ങോട്ടൊക്കെ പോയി. ഇപ്പം വരും. മാത്തൂട്ടിന് വരും. അപ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആക്കണം. അന്നേരം അവിടെ ചോറ് മട്ടയുടെ ഇതായതുകൊണ്ടേ ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല. അതുകൊണ്ട് കുക്കറിൽ 2 അടി അടിച്ചിട്ട് നമ്മൾ ഒന്നുകൂടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക പതിവ്. ഇതാ ഈ ഇല കണ്ടോ? ഇതെന്തല എന്ന് പറയാമോ? ഇത് നമ്മുടെ കടലയുടെ പച്ച കടലയില്ലേ അതിൻ്റെ ഇലയാ. അപ്പം ആദ്യമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചു. നമ്മുടെ ചീര തോരൻ വെക്കുന്നവരെ തോരൻ വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചക്കക്കുരു ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് പൊന്നുകാത്ത ഭൂതം പോലെ വെച്ചേക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് തോരനാക്കാം. ഇതും മുട്ടയുടെയും കൂടെ വേണേ വെക്കാം. ഞാനിപ്പോൾ ഇതും ചക്കക്കുരും കൂടെ ട്രൈ ചെയ്ത് നമുക്ക് ഉണക്കമീൻ വറുത്ത് ചമ്മന്തി അരയ്ക്കാം. ഓക്കെ, വേഗം പിള്ളേർ വരുന്നതിന് മുമ്പേ വേഗം ചെയ്യാം. മിസ് ബബിൾ ഇവിടെ ഉണ്ട്. മിസ് ബബിൾ, ഹായ് ബബിൾ. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. രാവിലത്തെ വിഷ്വൽസ് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, നേരം വെളുത്ത് എന്താ പറയുക, കുട്ടിയെ വിടുന്നതിൻ്റെ തിരക്കില്ല, അതൊന്നും നടക്കാറില്ല. നോക്കാം, ട്രൈ ചെയ്യാം. ക്യാമറയും പിടിച്ചുകൊണ്ട് പിന്നെ അതും ചെയ്യണമെന്നൊന്നും രസമില്ല. ക്യാമറ വരുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കണം. അല്ലാത്തപ്പോൾ എങ്ങനെയാണ് അല്ലല്ലോ അവരെടുക്കും. നല്ല പഴയമാര എങ്ങാനും ഇപ്പുറത്തിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ടോ, അതേ ഉള്ളു പ്രശ്നം. ചെയ്യടെ പോയി ചെയ്യെ കുറഞ്ഞ വഴി കളഞ്ഞോ? സ്കൂളിന്റെ വന്നേ, അമ്മന്റെ മോനെ സ്കൂളിന്റെ വന്നേ. പ്ലേഷോ, എന്റെ പ്ലേഷോ വീട്ടിൽ പോണ്ടേ? കട്ടി One kid called me Katti and he pulled my hand back when I was going to get in the bus, and he was in prep E class. Acha. KG2. Let me see. And he called me Katti. Katti പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട്. അമ്മ നോക്കട്ടെ. നീ കേട്ടോ ചേച്ചിനോട് കട്ടി പറഞ്ഞു. സേ എവിടെ കളഞ്ഞു മുന്നോ? Say is getting Say is getting my bag. Say സ്കൂളിൽ പോയില്ല. എത്ര ക്ലാസ്സിൽ ചേച്ചി? സ്കൂളിൽ പോയിട്ട് ഇവിടുത്തെ മൂത്ത കുട്ടി എത്തി. LKG ബിയിലാണോ?
If you are caught killing a cow, you can actually go to jail. അച്ഛൻ സ്കൂളിൽ പോയിട്ട് വന്നാൽ മത്തായിക്കുഞ്ഞ് സ്നാക്സ് ബോക്സ് ഒന്ന് പരിശോധിക്കും. അതിലെന്തുണ്ട്? മിക്കവാറും ക്രീം ബിസ്ക്കറ്റ് ആണെങ്കിൽ അതായിരിക്കും ഇഷ്ടം. മത്തൂട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ കഴുകി വെള്ളം തോർത്തി വെച്ച ഈ ഇല നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ തണ്ട് അരിഞ്ഞാതെ പറ്റത്തില്ല. ഇച്ചിരി മെനക്കെട്ട പണിയാണ് അരിഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മുടെ തോരന് വേണ്ടി ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകും, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, തനി നാടൻ തോരൻ. നമ്മുടെ വേലിച്ചീരയുടെ ഒക്കെ ടേസ്റ്റ് വരും ഈ കുന്തളിക്ക്. ശേഷം തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വാരിയെടുത്ത് ഇളക്കിയെടുക്കാം. ഉപ്പിടാം, വെറുതെ ഇളക്കാം. വേവിച്ച് വെച്ച ചക്കക്കുരു ഇടാം, വീണ്ടും ഇളക്കാം. ഇനി ലാസ്റ്റ് ഇല ആഡ് ചെയ്യാം. ഇലയും കൂടി ഇട്ട് കൂട്ടി യോജിപ്പിച്ച് അടച്ച് ഇടവെക്കാം. വേവിട്ട് തോരൻ റെഡിയാക്കാം. അടിപിടി സ്നേഹം. കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ജോസി ബിനേഷ് തന്നെ വിളിക്കുക. അയ്യോ ജോസി ബിനേഷ് ഗീമി ക്യാമറ. Oh my God. ദാ തള്ളെ പേര് വിളിക്കാനായോ നീ? എന്റെ വലിയ കുഞ്ഞമ്മ ഇന്ന് വരെ എന്നെ പേര് വിളിച്ചിട്ടില്ല. മാതൃ ഇന്ന് വരെ എന്നെ പേര് അയ്യോ പറഞ്ഞില്ല. അതിന് മുമ്പ് അവനും എന്നെ വിളിച്ചു. ചാട്ടമ്പി കല്യാണി ഇവൻ, മഹാചട്ടമ്പി. ക്യാമറ കൊണ്ടുവരുന്നു, ക്യാമറ കൊണ്ടുവരുന്നു. ഞാൻ ഓടട്ടെ, കാല ചെരുപ്പും കീറുന്നില്ലല്ലോ ദൈവമേ. ഫോട്ടോ വരാൻ കേട്ടോ. പപ്പാ മത്തായി സാലഡ് ഇട്ടിട്ടില്ല. ക്യാമറ കൊണ്ടുപോയി ഗൈസ്. ഇനി ഒരു മണിക്കൂർ തോരൻ റെഡി. ഈസി, എളുപ്പം. അത്ര ഈസി ഒന്നുമില്ല. ചക്കക്കുരു ചിരണ്ടായിട്ടൊരു സമയം എടുക്കും. തോരൻ കഴിഞ്ഞു. നമുക്ക് മുട്ട പൊരിക്കാം.
നല്ല ചൂട് ചോറ്, ചമ്മന്തി, ചക്കക്കുരു, ചനയുടെ ഇല കറി, മുട്ട. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റ്. കൂട്ടത്തിൽ നല്ല കട്ടത്തൈര്. തണുപ്പാൻ കാലത്ത് കഴിക്കാൻ പറ്റിയ കട്ടത്തൈര്. തൈരും ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. ഒരു ചെറിയ ഉച്ചമയക്കത്തിന് ശേഷം എണ്ണീറ്റിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് പാൻകേക്ക്. This guy's amazing. Are you serious? ഇവിടെ ഒരാൾക്ക് ബ്രെഡ് ടോസ്റ്റ്, ഹോട്ട് പാൻകേക്ക്. ചൂട് പാൻകേക്ക് വലിയ ഇഷ്ടം. ചൂടുണ്ടെങ്കിൽ തിന്നും, ഇല്ലെങ്കിൽ നീ എന്താ ഇവിടെ ബ്രെഡിന് ഓട്ടയിട്ട് കളിക്കുന്നു? കുഞ്ഞ് പഠിക്കാണ്, മാത്തുകുഞ്ഞ് സെയിം കളിക്കാണ്. മാത്തുവിന്റെ ബെസ്റ്റ് കൂട്ടുകാരിയാണ്. മാത്തുവിന് കളിക്കാൻ പറ്റിയ ബെസ്റ്റ് കൂട്ടുകാരിയാണ് സെയിം. കുറച്ച് പച്ചക്കറികൾ സ്വിഗ്ഗിയിൽ വന്നിട്ടുണ്ട്. മഷ്റൂം എന്താ ഈ കളർ ഡേറ്റ് കഴിഞ്ഞു? ഇല്ല, 16-ാം തീയതി വരെ ഉണ്ട്. കോളിഫ്ലവർ, ഇഞ്ചി, ദിസ് ഈസ് പാലക്, ദിസ് ഈസ് ടൊമാറ്റോസ്. ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ വലിയ ഹെവി ഐറ്റംസ് ഒന്നുമല്ല, എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്ത് മിക്സ് ആണ് നമ്മൾ കഴിക്കുന്നത്. എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വന്നു. ഇത് ഹെൽത്ത് മിക്സിൻ്റെ പൗഡർ. ഇത് ഞാൻ കാണിക്കും, ഇത് ഞാൻ പൊട്ടിച്ചാടിക്കും. ഇതാ നോക്കൂ, ഇതാണ് ഹെൽത്ത് മിക്സ്. എന്തൊക്കെ ഐറ്റംസിനകത്തുണ്ടെന്ന് നോക്കൂ. നമുക്ക് സാധാരണ പൊടിച്ചു വരുന്നതാണെങ്കിൽ നമുക്കറിയില്ല എന്തൊക്കെ അതിനകത്ത് ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് നോക്കൂ എന്തൊക്കെ നല്ല നല്ല ഐറ്റംസ് അതിനകത്തുള്ളത്. റാഗി, ചോളം, എനിക്ക് കുറേയൊന്നും പേര് പോലും അറിയില്ല. അത്ര എന്തൊക്കെയോ ധാന്യങ്ങൾ കുറേ ഉണ്ട്. കുറേ ധാന്യങ്ങളുണ്ട്. പൊട്ടുകടല, ഇത് ബ്രൗൺ റൈസ്, ഒത്തിരി. അങ്ങനെ എനിക്കൊന്നും അങ്ങനെ ഒരു ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് മിക്സാണിത്. ഇത് ഞാനിവിടെ മിക്സിയിൽ ഒരു പ്രാവശ്യം നല്ലതായിട്ട് പൊടിച്ചെടുക്കും. പുറത്ത് കൊടുത്ത് പൊടിക്കരുതെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്ത ശേഷം ചെറു ചൂടുവെള്ളത്തിലോ പാലിലോ ചേർത്ത് കഴിച്ച് കിടന്നാൽ നല്ല സുഖമായിരിക്കും വയറിന്. നൈറ്റിൽ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ വയറിനും നല്ല സുഖം. കാരണം ഇത് ഒത്തിരി ധാന്യങ്ങളുള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും നമുക്ക്. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ആക്ച്വലി എനിക്ക് ഇത്രയുണ്ട് പൊടിച്ചെടുപ്പുണ്ട്, എന്നാൽ ഇത് നിറച്ച് വെക്കാം. കുഞ്ഞിന് രാവിലെ സ്കൂളിൽ പോകുമ്പം മിക്കവാറും ഇതായിരിക്കും കൊടുത്തു വിടുന്നത്. അവന് സമയം പോകും, ഇങ്ങനെ ഓരോന്നോരോന്ന് ചവച്ച് കൊടുത്തുകൊണ്ടിരുന്ന സമയം പോകും. മിക്കവാറും ഇത് കുറുക്കി കൊടുത്തിട്ടായിരിക്കും വിടുക. അത് കഴിച്ചോളൂ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നൈറ്റിൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഹെവി വേണമെന്നില്ല. മറ്റേ മാമ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ്, എൻ്റെ ആങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പം, അവനുണ്ടായിരുന്നപ്പം നൈറ്റിൽ നല്ല ഹെവി ഐറ്റംസ് തന്നെ വേണം. അപ്പം അവനില്ലാത്തപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. പിന്നെ റാഗി, ഇത് നല്ല നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു വസ്തുവാണ് റാഗി. ഇത് പിന്നെ രാത്രി എടുക്കുന്നില്ല, ഇത് മിക്കവാറും രാവിലെ ആയിരിക്കും റാഗി കഴിക്കുക. ഇത് നല്ല ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനം റാഗി. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിലും കുറച്ച് പാലിലും ചേർത്ത് കുറുക്കിയെടുത്ത് കഴിക്കാം. ശർക്കര വേണ്ട, മധുരം ചേർക്കാം, മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ കുടിക്കാം. ഞാൻ ഒടിച്ച് ശർക്കര ചേർക്കും. ഈ പാക്കറ്റിനകത്ത് വേറൊരു സാധനമുണ്ട്. അതായത് ബദാം, കാഷ്യൂ,
പിന്നെ ഇത് ഇലയ്ക്ക ഇത് ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കും. അപ്പം നല്ലൊരു മണവും ടേസ്റ്റും. ഇത് ആക്ച്വലി ടേസ്റ്റിയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിനി ഇത് പൊടിച്ചിട്ട് വരാം. നോക്ക് നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞു. ഇനിയും ഇച്ചിരി കൂടെ പൊടിയണം എന്ന സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കറക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പം പൊടിച്ച പുതിയത് ഇത് പിന്നെടുക്കാം. അതിരിക്കട്ടെ, ആദ്യം ഇത് തീർക്കാം. ഇതിൽ നിന്ന് 2 പേർക്കും ആദ്യം പിള്ളേർക്ക് 2 ഉണ്ടാക്കി കൊടുക്കാം. ഈ സ്പൂണിന് 4 സ്പൂൺ ഇതിട്ട ശേഷം ഞാൻ ഇതിനകത്ത് ഇവർക്ക് കൽക്കണ്ടമാണ് ആഡ് ചെയ്യുന്നത്. കൽക്കണ്ടം അതിട്ടു ശേഷം ചെറു ചൂടുവെള്ളം. ചെറു ചൂടുവെള്ളം തിളപ്പിക്കരുത്, കട്ടയപ്പം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കുക. റഫ് ബുക്ക് 2 മിനിറ്റ് പറഞ്ഞ അമ്മ വരുന്നു. കുറുക്ക് കുറുക്കുക. ഇപ്പം കട്ടയൊന്നും ഇല്ലാതെ കുറുകി ഒരു വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പാലും ചേർക്കുക. ശേഷം നമുക്കിതിനെ കുറുക്കിയെടുക്കാം. നമുക്ക് ചെറുതീയിലിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. തീ കൂട്ടി വെച്ചാൽ എല്ലാം കൂടെ കട്ട പിടിച്ച് കുഴഞ്ഞു പോകും. പണിക്ക് മേലെ പണി ഉണ്ടാക്കി വെക്കല്ലേ. ചെറുതീയിലിട്ട് ക്ഷമയോടെ ഇതിനെ കുറുക്കിയെടുക്കാം. ഇതാ നോക്കൂ, കുറുകി നമ്മൾ അപ്പത്തിന് കപ്പി കാച്ചില്ലേ, ആ ഒരു ഇതുപോലെ കുറുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം കുട്ടികൾക്ക് കോരി കൊടുക്കാം. നല്ല ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒത്തിരി ഒരു നല്ലൊരു ഗുണമുള്ള ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് നല്ല ഗുണങ്ങളുള്ള ഒരു സാധനം ഇത്. നമുക്ക് കാണാമല്ലോ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഒരുപാട് ധാന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. റാഗിയുണ്ട്, ബ്രൗൺ റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ്. എനിക്ക് കുറേതിൻ്റെയൊന്നും പേരറിയില്ല. ഞാൻ അടുത്ത പ്രാവശ്യം അതെല്ലാം നോക്കി പഠിച്ചിട്ട് പറയാം. അങ്ങനെ കുറേ ഐറ്റംസ്. ഇനി ഇത് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് 2 ബൗളിലാക്കി അവർക്ക് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾ വലിയവർക്കുള്ളതും ഉണ്ടാക്കും. ഇതാണ് മിക്ക ദിവസം രാത്രിയിൽ ഞങ്ങൾ ഹെവി കഴിക്കാറില്ല. രാത്രിയിൽ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഇതേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഫുഡ് റെഡി. ഇവർക്ക് കൊടുത്തിട്ട് വന്ന് നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് വലിയവർക്ക് ഞങ്ങൾ ശർക്കര ആഡ് ചെയ്യും. കൊച്ചു പിള്ളേർക്ക് പിന്നെ കൽക്കണ്ടം ഇട്ട് കൊടുക്കും. മധുരം ഇല്ലാതെ ഉപ്പിട്ട് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. ഇവർ രണ്ടുകൂടെ കളിക്കുകയെന്നോ പഠിക്കുകയെന്നോ എന്തൊക്കെയോ പരിപാടി. പാതിരാത്രിക്ക് വെള്ളത്തിൽ കളിന്നോ. മത്തൈബാ ഫുഡ് കഴിക്കാൻ ബാ. Yes, I am Josie Binesh. Yes. എടാ എന്റെ മാത്തുക്കുട്ടിനെ എന്നെ ഇന്ന് വരെ പേര് വിളിച്ചിട്ടില്ല. നിനക്കറിയുമോ? പോണാർക്ക മനുഷ്യന്റെ വെട്ടത്ത് കാണിക്കാൻ കൊള്ളത്തില്ല വീഡിയോ പോണു. അപ്പോ ഞങ്ങളുടെ ഡിന്നർ ഇവിടെ റെഡിയായി. നല്ല ചൂട് കുറുക്ക്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.